എൻ്റെ ആദ്യത്തെ ആഫ്റ്റർ കോളേജ് സ്റ്റഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പം 2-3 ദിവസം ക്ലാസ്സിൽ പോകാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ലോഡ് കണക്കിന് നോട്ട്സ് തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ടു ഡു ലിസ്റ്റാണ് ചെയ്തത്. ഞാൻ പഠിക്കാനോ എഴുതാനോ ഒക്കെ ഇരിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം കൂടിയാണ് കേട്ടോ ടു ഡു ലിസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഏതിനൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അതനുസരിച്ച് നമുക്ക് പഠിക്കാനും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രയോറിറ്റി അനുസരിച്ച് എഴുതിയിട്ടുള്ളത് അതുപോലെയാണ് ഞാൻ എൻ്റെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഹോംവർക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് എഴുതുന്ന കാര്യമൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ രണ്ടാമത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എനിക്ക് അത്യാവശ്യം എഴുതാനുണ്ടായിരുന്നു, പഠിക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മലയാളത്തിൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സത്യത്തിൽ ഇതെൻ്റെ ആദ്യത്തെ ഒരു സ്റ്റഡി വ്ലോഗ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അതുപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനിയും ഇതേപോലത്തെ കൂടുതൽ സ്റ്റഡി വ്ലോഗ്സിനും ക്രാഫ്റ്റ് ഐഡിയാസിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സ്നേഹം ഫുൾ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ എല്ലാ ടാസ്കും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടു ഡു ലിസ്റ്റിൽ ടിക്ക് ചെയ്യും. ടിക്ക് ചെയ്ത് കഴിയുമ്പം എന്താണെന്നറിയില്ല, വല്ലാത്ത പഠിക്കാനൊരു ഇൻട്രസ്റ്റും എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റൊക്കെ തോന്നാറുണ്ട്. മടിയുള്ള ദിവസം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം, എഫക്റ്റീവ് ആയിരിക്കും. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ.